നമസ്കാരം. പല ആൾക്കാരും പല ആഡംബരത്തിൽ ജീവിക്കുന്നുണ്ട്. വലിയ കാറ്, വലിയ ബംഗ്ലാവ്, അതുപോലെ തന്നെ ഇട്ടുമൂടാൻ സ്വത്ത്, ഇതൊക്കെ ഉണ്ടായിട്ട് ആൾക്കാർ ജീവിക്കുന്നുണ്ട്. നമ്മളൊക്കെ അവരെ ജീവിതം കാണുമ്പോൾ നമ്മൾ അസൂയപ്പെട്ട് നോക്കാറുണ്ട്. എങ്ങനെ ഇതൊക്കെ നടക്കുന്നത്, എങ്ങനെ ഇതൊക്കെ സമ്പാദിക്കുന്നത്? ഇത്രയും നാളെ ആൾക്ക് ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ, ഒരു ചെറിയ ബിസിനസ് മാത്രമുണ്ട്. ഈ ബിസിനസ്സിൽ എങ്ങനെ ഇത്രയധികം സമ്പാദിച്ച് ഇയാൾ ഇത്രയും വലിയൊരു കോടീശ്വരനായി, ഇത്രയും ലക്ഷപ്രഭുവായി എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട്. പക്ഷേ അതുപോലെ ആഡംബര ജീവിതം കണ്ട് നമ്മൾ ആരും ഒരിക്കലും മയങ്ങരുത്. അതിൻ്റെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ പറയാം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയൊരു ബിസിനസ് ഉണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നമ്മുടെ കാലിത്തീറ്റ, അതുപോലെ തന്നെ കാലിത്തീറ്റ വലിയൊരു ഏജൻസിന് ഇദ്ദേഹം സ്വല്പം പ്രായമായ ഒരു വ്യക്തിന് ആ കാലിത്തീറ്റയുടെ ഏജൻസി വെച്ചുകൊണ്ട് ഇയാൾ വലിയൊരു ബിസിനസ്സാണത്. നമ്മുടെ അതിൻ്റെ കാലിത്തീറ്റയുടെ ഒരുപാട് ഗവൺമെൻറ്റായിട്ടുള്ള ടൈപ്പായിട്ട് ഒരുപാട് സബ്സിഡിയിൽ ഇയാൾക്ക് സാധനങ്ങൾ കിട്ടുന്നുണ്ട്, ഇയാൾ സബ്സിഡിയിൽ വിൽക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ അവിടെ കുറേ ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ട്. അവിടെ വളരെ സുന്ദരിയായിട്ടുള്ള ഒരു പെൺകുട്ടി ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ പെൺകുട്ടി ഇയാളാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബെൻസ് കാറിൽ വരും, ആഡംബര ജീവിതം. ഇയാൾക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദിവസം പാർട്ടി, അതുപോലെ തന്നെ ജോലിക്കാർക്ക് പാർട്ടി കൊടുക്കും ഇടയ്ക്കിടയ്ക്ക്, അതുപോലെ തന്നെ ഇൻസെൻറ്റീവ് കൊടുക്കും. ഇവർ ഫീൽഡ് വർക്കുണ്ട്, പശുക്കളുള്ള സ്ഥലങ്ങളിലൊക്കെ ഇവർ പോയിട്ട് ക്യാൻവാസ് ചെയ്തിട്ട് പശുക്കളുടെ തീറ്റയ്ക്ക് വേണ്ടിയിട്ട് ഇവിടെ ആൾക്കാർ കൊണ്ടുവരും. അങ്ങനെ ഒരുപാട് കമ്മീഷൻ കൊടുക്കുന്നുണ്ട്. ഇയാളെക്കുറിച്ച് എല്ലാവർക്കും ഭയങ്കര അഭിപ്രായം. ഇയാൾക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭാര്യ മരിച്ചു പോയ വേറെ കല്യാണം കഴിച്ചിട്ടില്ല. അപ്പോൾ എല്ലാവരും ഇയാൾക്ക് നല്ല മതിപ്പുള്ളൊരു വ്യക്തിയാണ്. ഇയാൾക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കല്യാണം കഴിക്കണം. ആ കല്യാണം കഴിക്കാൻ വേണ്ടി ഇയാളിങ്ങനെ നല്ല സുന്ദരിയായ പെണ്ണിനെ കഴിക്കണം. ഇയാൾക്ക് പ്രായമായാലും പെൺകുട്ടി നല്ല ചെറുപ്പമായിരിക്കണം. ആ ഒരു ജീവിതത്തിലാകെയുള്ളൊരു ആഗ്രഹം ആൾക്ക് അതാണ്. അങ്ങനെ എന്താ പറയുക, വലിയ ഫ്ലാറ്റൊക്കെ ഉള്ളതാണ്, വലിയ വില്ല ഫ്ലാറ്റ് ഇതൊക്കെ ഉള്ളതാണ് ഇയാൾക്ക്. അങ്ങനെ ഇയാൾ ഈ ജോലിക്ക് വരുന്ന ആ പെൺകുട്ടിയുടെ ഇവിടെ ചോദിച്ചു, ഞാൻ കല്യാണം കഴിക്കാൻ തീരുമാനിക്കുന്നു, നീ കുറേ നാളായാലൂടെ ജോലി ചെയ്യുന്നു, നിന്നെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു, നിന്നെ എനിക്ക് കല്യാണം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ടോ പറഞ്ഞു. അപ്പോൾ ഇയാൾ പെൺകുട്ടി പറഞ്ഞു, എനിക്ക് ഇഷ്ടമല്ല മുതലാളിക്ക് ഞാനും കൂടി ഒത്തുപോകാൻ ഒത്തിരി ബുദ്ധിമുട്ടാണ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 10-20 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് ഈ പെൺകുട്ടി അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഇയാൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പെൺകുട്ടിയുടെ അച്ഛൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ മകളെ കല്യാണം കഴിക്കാൻ ഇഷ്ടമാണ്, എൻ്റെ സ്വത്തിനെല്ലാം അവകാശി അവളാണ്, ഇനി കല്യാണം കഴിച്ചാൽ കുട്ടികളുണ്ടാവുമെന്ന് എനിക്ക് യാതൊരു ഉറപ്പുമില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് അഞ്ചിൻ്റെ താഴെ 2 പെൺകുട്ടികളുണ്ടല്ലോ, ഇവിടെ കല്യാണം കഴിച്ചു കൊടുത്താലേ ഇനി അവർ 2 പേരെ കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് അഞ്ചിനെങ്കിൽ ആ 2 പെൺകുട്ടികളുടെ കല്യാണം ഞാൻ തന്നെ നോക്കിക്കോളാം, ഒരു പ്രശ്നമില്ല. അപ്പോൾ നിങ്ങളുടെ മകളെ എനിക്കൊന്ന് കല്യാണം കഴിച്ചു തരുമെന്ന് ചോദിച്ചു. അച്ഛന് വലിയ ഇഷ്ടമായി. അച്ഛൻ മകൾ വന്നപ്പോൾ കുറേ ഉപദേശിച്ചു, ഇന്നത്തെ കാലത്ത് കുറച്ച് വയസ്സായ ആൾക്കാർ കല്യാണം കഴിക്കാൻ നല്ലത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരിനി വേറെ വല്ല പെണ്ണുങ്ങളെ പിടിക്കാൻ പോയി എന്നുള്ളൊരു പ്രശ്നം വരില്ല. അയാൾ എന്നും നിൻ്റെ കൂടെ ഇനി ഉണ്ടാവും, നിന്നെ സ്നേഹിച്ച് നിൻ്റെ കൂടെ ഉണ്ടാവും. പിന്നെ അയാളുടെ സ്വത്തുക്കളൊക്കെ നമ്മുടെ കുടുംബത്തേക്ക് വന്ന് ചേരുക. ഇനിയിപ്പോൾ നിങ്ങൾക്കൊരു കുട്ടി ഉണ്ടായാൽ തന്നെ അതിനും നല്ല കാര്യമല്ലേ. പിന്നെ അയാൾ മരിച്ചു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിനക്ക് വേറെ കല്യാണം കഴിച്ചൂടെ? നമ്മുടെ ഈ ജീവിതം എന്തായാലും ഇങ്ങനെ നീങ്ങുള്ളൂ. നീ പണിയെടുത്തിട്ടോ ഞാൻ പണിയെടുത്തിട്ടോ നിൻ്റെ അനിയത്തിനെ കല്യാണം കഴിക്കലും ഉണ്ടാവില്ല, നമ്മുടെ കടം വീടലും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങളുടെ അനിയത്തിക്ക് വേണ്ടി നീ ഒരു ത്യാഗം ചെയ്യ്, അയാൾക്ക് പ്രായമല്ലേ കൂടിയിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഇയാൾ ഇവൾക്ക് മനസ്സോടെ അയാൾ സമ്മതിച്ചു. ഓക്കെ, അച്ഛൻ്റെ ഇഷ്ടം പോലെ അങ്ങനെ നടക്കട്ടെ എന്ന് പറഞ്ഞു. ഇവൾക്ക് അച്ഛനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കല്യാണത്തിന് ഒരുപാട് നിർബന്ധിച്ചു. അപ്പോൾ അച്ഛനും ജോലിയുണ്ട്, എന്നിരുന്നാലും കാര്യങ്ങളെല്ലാം നടക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കല്യാണം കഴിച്ചു കൊടുത്താലാണ് അവിടെ നിന്നുള്ള സമ്പത്ത് നമുക്ക് കിട്ടുള്ളൂ. അത് വിചാരിച്ചിട്ടാണ് അച്ഛന് ഭയങ്കര കൊതിയാണ് കാശിന് വേണ്ടിയിട്ട്. അങ്ങനെ കല്യാണമൊക്കെ ആർഭാടായിട്ട് നടന്നു. ഇയാൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും നാളും പരിപാടി കണ്ടിരുന്നിട്ട് ഇയാൾ പരിപാടി തന്നെ ഇയാൾക്ക് വലിയ ഇഷ്ടമായി. ഭയങ്കര പരിപാടി ചെയ്ത് കുറേ ഈ സുഖങ്ങളും അവരുടെ ടൂറ് പോലും ഓരോ സ്ഥലങ്ങളിലേക്ക് നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലും നല്ല ടൂറ് പോകണം, ഒക്കെ ഫോറിൻ രാജ്യത്തെ ടൂറ് പോലും ഇവരെ ആ മധുവിധ കാലമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞതിന് ശേഷമാണ് ഇവൾക്ക് മനസ്സിലാവുന്നത് ഇയാൾക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ ജീവിക്കുന്നത് മുഴുവൻ കടത്തിൻ്റെ മുകളിലാണെന്നത് അപ്പോഴാണ് മനസ്സിലാക്കുന്നത്. ഈ ഒരു കാലിത്തീറ്റയുടെ കടയും വെച്ച് ഇയാളിനി എടുക്കാത്ത ലോണുകളൊന്നുമില്ല. കടയുടെ മുകളിൽ ലോൺ, വീടിൻ്റെ മുകളിൽ ലോൺ, ഫ്ലാറ്റിൻ്റെ മുകളിൽ ലോൺ, വില്ലയുടെ മുകളിൽ ലോൺ, ബെൻസ് കാറിൻ്റെ മുകളിൽ ലോൺ. അതുപോലെ തന്നെ ഇനി മേടിക്കാത്ത കടക്കാരുമില്ല. പലിശക്കാരെ ഇന്ന് കാശ് വേറെയും മേടിച്ചിട്ടുണ്ട്. ഒരു പലിശക്കാരെ ഇന്ന് കാശ് മേടിച്ച് ഇങ്ങോട്ട് മറിക്കും, ആ പലിശക്കാരൻ്റെ ഇന്ന് കാശ് മേടിച്ച് അങ്ങോട്ട് മറിക്കും. ഇങ്ങനെ ഇയാളുടെ ജീവിതം എന്ന് ഇവിടെ മനസ്സിലാക്കി. അങ്ങനെ നിൽക്കുന്നതോട് കൂടിയിട്ട് പിന്നെ പല ആൾക്കാരും കടം കൊടുത്തിട്ട് കിട്ടാത്ത ആൾക്കാർ ഇയാൾ ഇവർ താമസിക്കുന്ന വലിയ ഫ്ലാറ്റിലേക്ക് വരുമ്പോൾ
ഇയാളായിട്ട് സംസാരിക്കും. ഇയാളായിട്ട് സംസാരിക്കുമ്പോൾ പറയും ഞങ്ങൾക്കിപ്പോൾ പലിശ കിട്ടിയിട്ടില്ല, മുതൽ കിട്ടിയിട്ടില്ല, പക്ഷേ ഇനിയിപ്പം നിങ്ങൾക്ക് ഈ ലോകം മുഴുവൻ കടായിട്ട് നിൽക്കുന്ന സമയത്ത് ഇനി ഇതൊന്നും തരുമെന്ന് ഞങ്ങൾക്ക് തോന്നണില്ല. ഞങ്ങൾക്കൊരു കാര്യം ചെയ്യും, നിങ്ങൾക്ക് നല്ല സുന്ദരിയായുള്ള ഭാര്യ ഉണ്ടല്ലോ, ആ ഭാര്യയുടെ കൂടെ നിങ്ങൾ എനിക്ക് ഒരു 2 ദിവസത്തേക്ക് എനിക്ക് വിട്ടുതാ, ഒരു 5 ദിവസത്തേക്ക് എൻ്റെ കൂട്ടുകാർക്ക് വിട്ടുതാ, നിങ്ങൾ ഈ കാശ് തന്നില്ലെങ്കിലും കുഴപ്പമില്ല എന്നുണ്ടെങ്കിലും പറഞ്ഞ ആൾക്കാർ വന്ന് പറഞ്ഞു തുടങ്ങി. അപ്പോൾ അവൾക്ക് മനസ്സിലായി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇനി നമ്മുടെ മാനം പോകും, നമ്മളെയും കൂടി ഇയാൾ ചിലപ്പോൾ ഇട്ടുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഇപ്പോൾ നീ എന്താ ചെയ്യുന്നതെന്ന് ഇങ്ങനെയൊക്കെ വർത്തമാനങ്ങളൊക്കെ കേട്ട് അവൾക്ക് ആകതായി. ഇയാൾ എന്തുണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം ഇയാൾ ഇങ്ങനെയുള്ള കടങ്ങളും ഇവളുടെ പ്രശ്നങ്ങളും എല്ലാം കൂടിയായിട്ട് ഇയാൾ എന്തുണ്ടായിട്ടില്ല സൂഹിക്കാനുള്ളതൊക്കെ സൂഹിച്ചു കഴിഞ്ഞു. ഇനിയൊക്കെ ഇവിടെ നിന്ന് അങ്ങോട്ട് നരകണം, ഇനി കൊടുക്കാനുള്ള ആൾക്കാരാണ് ഇവിടെ ആകെ വന്ന് പ്രശ്നങ്ങളുണ്ടാക്കുക. അപ്പോൾ അതുകൊണ്ട് ഇനി ഈ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ ഇയാൾ എന്തുണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു മുഴം കയറുമ്പോൾ ഇയാളുടെ ജീവിതം അതോടുകൂടി അവസാനിപ്പിച്ചു. ഇയാൾ മരിച്ചോട് കൂടിയിട്ട് പിന്നെ കടക്കാർ മുഴുവൻ ഇവരെ കൊത്തിപ്പറക്കൽ തുടങ്ങി. ഈ ബിസിനസ് ആണെന്നുണ്ടെങ്കിലൊക്കെ കാലിത്തിരിയുടെ ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ അതും പൂട്ടി. പിന്നെ കടക്കാർ മുഴുവൻ വരെ നെഞ്ഞത്തേക്ക് കയറി തുടങ്ങി. അതോട് കൂടിയിട്ട് എന്തുണ്ടായിട്ടുണ്ടെങ്കിൽ ഇവളുടെ അച്ഛൻ വന്ന് പറഞ്ഞു, മോളെ ഈ കടങ്ങളൊക്കെ വീട്ടാനായിട്ട് നിനക്ക് പറ്റില്ല, ഇതെല്ലാം ഇയാൾക്ക് ഒരു സാധനം ഉണ്ടെങ്കിൽ അതിന് ഇരട്ടി കടമായിട്ടിരിക്കുന്നത്, നീ എത്രയും പെട്ടെന്ന് രക്ഷപ്പെട്ടോ. എന്നിട്ട് അയാൾ ഈ മകളെയും കൊണ്ടുവന്ന് ഇനിയിപ്പോൾ മകൾ എവിടെയെങ്കിലും ഉണ്ടെന്ന് ഭാര്യ എവിടെയെങ്കിലും ഉണ്ടെന്ന് ഞാൻ അങ്ങോട്ട് വരില്ല ആൾക്കാർ എന്ന് വിചാരിച്ച് ഈ ഭാര്യനെ വീട്ടിൽ കൊണ്ടുവന്ന് വീട്ടിൽ നിർത്തില്ല, ഒരു ബന്ധു വീട്ടിൽ ബോംബെയിലേക്ക് ആ പെൺകുട്ടീനെ അങ്ങോട്ട് പറഞ്ഞയച്ചു. അതിപ്പോൾ ആ പെൺകുട്ടി ഇപ്പോൾ ബോംബെയിലാണ്. ഇയാളുടെ സകല സ്വത്തുക്കളും അതോടുകൂടിയിട്ട് ആൾക്കാർ ഫ്രീസ് ചെയ്തു, കേസ് കൊടുത്തു, കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാം നശിച്ച് കുറേ വീടുകൾ ഇങ്ങനെ ഒരാളും താമസിക്കാണ്ട് അവിടെ ചെതൽ പിടിച്ച് കിടക്കുന്നു. കേസായ കാരണം ഒന്നും ചെയ്യാനും പറ്റില്ല, ഇയാൾ മരിക്കുകയും ചെയ്തു, എല്ലാ സ്വത്തും ഇയാളുടെ പേരിൽ തന്നെയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ വലിയ വലിയ ആൾക്കാർ ആഡംബര ജീവിതങ്ങൾ, അതുപോലെ തന്നെ വലിയ ലക്ഷറി കാറുകൾ, വലിയ ലക്ഷറി വില്ലകൾ, വലിയ ഷോറൂമുകൾ, വലിയ സ്വർണ്ണക്കടകൾ, ജ്വല്ലറികൾ ഇതൊക്കെ നടത്തുന്നത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതൊക്കെ അവരെ പോക്കറ്റിലുള്ള കാശാണെന്നുള്ളത്. ഇതൊന്നും അവരെ പോക്കറ്റിലുള്ള കാശല്ല. ഇന്നത്തെ കാലത്ത് EMI എന്ന് പറഞ്ഞിട്ട് എത്ര ഒരു ചെറിയൊരു പെട്ടിക്കടയുണ്ട്, ആ പെട്ടിക്കടയുള്ള ആൾക്ക് വരെ 10 ലക്ഷം രൂപ ചിലപ്പോൾ ബാങ്കിൽ നിന്ന് ലോൺ കൊടുക്കും. അത് അവർ അടവ് തീർക്കാമല്ലോ, ബാങ്കിൽ ഇങ്ങനെ കാശ് വന്ന് തള്ളി നിൽക്കുക. അപ്പോൾ ഒരു വലിയൊരു ബിസിനസ്സുകാരന് ലക്ഷങ്ങളും കോടികളൊക്കെ കടം കൊടുക്കാനായിട്ട് ബാങ്കുകാർ റെഡിയാണ്. അതുപോലെ തന്നെ പലിശക്കാർ കാറ് വേണോ, ബെൻസ് കാറ് വേണോ, ആകെ നമ്മുടെ 1000 രൂപ ഉണ്ടായാൽ മതി, നമുക്ക് ബെൻസ് കാർ നമ്മുടെ വീട്ടിൽ കൊണ്ടിടാം. വീട്ടിലേക്കുള്ള എന്തൊക്കെ AC, ഫ്രിഡ്ജ്, തേങ്ങ മാങ്ങ, ഹോം തിയേറ്റർ എന്തൊക്കെ വേണോ എല്ലാം കൊണ്ടുവന്ന് തരാനായിട്ട് ഇന്നിപ്പോൾ EMI-കാർ ശരി അവിടെ റെഡി ആയിട്ട് നിൽക്കുക. നമുക്ക് കടമാണോ കടമല്ലേ എന്നൊന്നും പൊതുജനത്തിനറിയില്ല. പൊതുജനം എന്താ വിചാരിക്കുന്നത്, ഇതെല്ലാം നമ്മൾ സമ്പാദിച്ച് കൂട്ടി തന്ന, ഇതൊക്കെ വല്ല ആൾക്കാരെ പൈസ കൊണ്ട് നമ്മൾ ആളായിട്ട് നടന്ന് അവസാനം ഗത്യന്തരം ഇല്ലാണ്ടാകുമ്പോൾ ഇതൊക്കെ തിരിച്ചു കൊടുക്കേണ്ട സമയമാകുമ്പോൾ 4 മുഴം കയറുന്ന ആ ജീവിതം അവസാനിപ്പിക്കും. അതവരെ സുഖിച്ചില്ലേ. ഇതുപോലെ തന്നെ ചെറുപ്പം പെൺകുട്ടികളെ കല്യാണം കഴിച്ചില്ലേ, ആ പെൺകുട്ടികളുടെ കൂടെ ദിവസം കഴിയാൻ പറ്റിയില്ലേ, കടം മേടിച്ചാലെന്താ, ഇത്രയും നാൾ ജീവിച്ചില്ലേ സുഖമായിട്ട് അടിപൊളിയായിട്ട്. ഈ കടത്തിൻ്റെ മുകളിൽ ഇങ്ങനെയൊക്കെ ജീവിക്കാൻ ഇന്നത്തെ കാലത്ത് നമുക്ക്, അതാണ് ഇയാളുടെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നത്. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.